വലിയൊരു നമസ്കാരം. ജസ്റ്റ് ലോയ്സ് ഫ്രം ഡബ്ല്യു മർലോ വേൾഡ് ആണ്. അപ്പം ഇന്ന് ഞാനൊരു കാര്യം ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാനും ഒരു പ്രാർത്ഥനാ സഹായമൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ എൻ്റെ അമ്മയ്ക്ക് ആക്ച്വലി കുറച്ചൊരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പം കുറേ നാളായിട്ട് ഈ ആർത്രൈറ്റിസിന്റെ ഇഷ്യൂസും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കാലിന് നല്ല വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഒരു കാലിനൊരു തളർച്ച പോലെയായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ട്രീറ്റ്മെന്റിന്റെ ഒക്കെ നടക്കുവാണ്. കുറച്ച് നല്ല പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞാല് കാലിന് ഇങ്ങനെ തളർന്നു പോകുന്ന ഒരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെയാണ്. അപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1 വീക്കിന് ആയി തോന്നുന്നു ടോയ്ലറ്റിൽ കുളിക്കാൻ കയറിയ സമയത്ത് ടോയ്ലറ്റിൽ കുളിക്കാൻ കയറിയിട്ട് ഇറങ്ങാൻ നേരത്ത് കാലിനൊരു അസ്വസ്ഥത തോന്നിയിട്ട് അവിടെ ഇരുന്ന് അപ്പം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പം വീട്ടിലെ സിസ്റ്റർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പുള്ളിക്കാരി കുറെ നേരമായിട്ട് കാണാത്തപ്പം നോക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതുപോലെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഒട്ടും വയ്യാന്നുള്ള കാര്യം മനസ്സിലായത്. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മള് വളർത്ത് ഓർത്തോനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ പോയിട്ട് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ വേറെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ഡോക്ടർ പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ പിന്നെ കോലഞ്ചേരിയിലാണ് ആക്ച്വലി കൺസൾട്ടേഷൻ എടുത്തത്. കോലഞ്ചേരിയിൽ അപ്പോയിന്റ്മെന്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് അവിടെ പോയി ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് കഴിയുമ്പം ടെമ്പറേച്ചർ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പം കാലിനൊരു തളർച്ച ശരിക്കും ഉണ്ട്. അത് പെട്ടെന്ന് കുറച്ച് നാളായിട്ട് എന്താ പറയാ ഉള്ള ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. അപ്പം റീസെന്റ് ആയിട്ട് ഓടിപ്പിടിച്ച് വന്ന ഒരു കാര്യമല്ല, കുറച്ച് നാളായിട്ട് പോലും ഡെവലപ്പ് ചെയ്ത് വന്നൊരു കാര്യമാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ കോളഞ്ചേരി മെഡിക്കൽ മിഷനിലാണ് അമ്മനെ കാണിച്ചത്, മെഡിക്കൽ കോളേജിലാണ് അമ്മനെ കാണിച്ചു കഴിഞ്ഞപ്പം ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം റിസൾട്ട് വന്നിട്ട് ഒരു കുറച്ച് ഡൗട്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് MRI ഒക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അവരുടെ ഒരു കൺസേൺ വെച്ചിട്ട് GBSന്റെ ആക്ച്വലി ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് പോലെയാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് പിന്നെ ഏകദേശം നമ്മൾ അവിടെ ചികിത്സിക്കുന്ന ഒരുപാട് പൈസ, ഒരുപാട് എക്സ്പെൻസ് ആണ് ആക്ച്വലി. അതിന്റെ ഇഞ്ചക്ഷന് തന്നെ ആക്ച്വലി 3 ലക്ഷം രൂപയാണ് ഒരു ഇഞ്ചക്ഷന് വിലയൊക്കെ വരുന്നത്. അപ്പൊ ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഞങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കിട്ടുന്ന ഒരിടത്തേക്ക് പിന്നെ ഞങ്ങൾ മാറാമെന്ന് വിചാരിച്ചു. അങ്ങനെ സൺറൈസ് ഹോസ്പിറ്റൽ, കാക്കനാടുള്ള സൺറൈസ് ഹോസ്പിറ്റലിൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ അത് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു, ആരോഗ്യ ഇൻഷുറൻസിന്റെ ഇത്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ കൊണ്ടുവന്നുള്ള ഒരു ധാരണയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയാ മെഡിക്കൽ കോളേജിൽ കോട്ടയത്ത് കൊണ്ടുപോയിട്ട് തന്നെ ഡോക്ടറെ കാണിച്ചിട്ട് കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കുക കേട്ടോ അമ്മയ്ക്ക് വേണ്ടിയിട്ട്. നിങ്ങളെല്ലാവരും ഒരുപാട് കൃപാസനത്തിന്റെ ഫോളോവേഴ്സ് ഒരുപാട് പേര് അന്ന് നമ്മുടെ ലൂക്കായ്ക്കും ജോസിനൊക്കെ പ്രശ്നമുള്ള സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനയാണ് എല്ലാം ഒരു കുഴപ്പം കൂടാതെ എത്തിച്ചത്. അപ്പോൾ പ്രത്യേക അമ്മയുടെ കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ് എല്ലാവരും കേട്ടോ. അപ്പോൾ കൃപാസനത്തിന്റെ എല്ലാ ഫോളോവേഴ്സും അതുപോലെ തന്നെ എൻ്റെ എല്ലാ ഫോളോവേഴ്സും നമുക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. ഞാനിവിടെയാണ്, അയർലൻഡിലാണുള്ളത്. പെട്ടെന്ന് നമുക്ക് പോകാനുള്ള സാഹചര്യ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അമ്മ ആക്ച്വലി ആരോഗ്യവതിയാണ്, മീൻസ് ആരോഗ്യമാണ് ഇൻ ദ സെൻസിലൊക്കെ മൈൻഡ് വൈസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാം, അങ്ങനത്തെ പ്രശ്നമില്ല. പക്ഷെ കാലിനുള്ള ഒരു വേദനയും അല്ലെങ്കിൽ നടക്കാൻ പാടാത്തൊരവസ്ഥയാണ്. വേദനയില്ല, ഈ നടക്കാൻ പാടാത്തൊരവസ്ഥയാണ് നമുക്ക് ഇപ്പോൾ മെയിനായിട്ട് നിൽക്കുന്നത്. അപ്പം ഇപ്പം കുറച്ച് ദിവസത്തേക്ക് വീൽ ചെയറിന്റെ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കുറെ കാര്യങ്ങൾ. വണ്ടിയിലൊക്കെ കയറാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പൊ അങ്ങനെ വണ്ടിയിലൊക്കെ കയറാനായിട്ട് നല്ല ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടുപേരും കൂടെ പിടിച്ചിട്ടാണ് നമ്മൾ കയറ്റും ഇറക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം. പക്ഷെ അമ്മ ഞാൻ സംസാരിച്ചിരുന്നു, വേറെ അല്ലാതെ ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ നമ്മള് എന്താ വന്നാലും നമ്മൾ ഫേസ് ചെയ്യണമല്ലോ. അപ്പൊ നമുക്കിപ്പം പ്രായമാകുമ്പോൾ നമുക്ക് കുറച്ച് വിഷമതകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഫേസ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ എങ്കിൽ കൂടിയും എല്ലാവരുടെയും പ്രാർത്ഥന സഹായം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് അമ്മേനെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം. ലൂക്കയുടെ പ്രശ്നം വന്ന സമയത്ത് ഒരുപാട് പേര് പ്രാർത്ഥന സഹായം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഒരു കുഴപ്പമില്ലാതെ അവൻ കയറി പോകുന്നു. അപ്പോൾ അതുപോലെ തന്നെ അമ്മയുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. കൃപാസനത്തിന് എല്ലാ ഫോളോവേഴ്സും അമ്മയുടെ കാര്യം പ്രത്യേകം നിങ്ങളുടെ പ്രാർത്ഥനകളെ ഉൾക്കൊള്ളിച്ച് പ്രവർത്തിക്കാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അറിയിക്കാം. നമ്മളിപ്പം ഈ ഒരു വീക്കിൽ തന്നെ നമ്മൾ അവിടെ പോയിട്ട് ഡോക്ടറെ കാര്യങ്ങളൊക്കെ കാണും. ഇത് വലിയൊരു കണ്ടീഷനൊന്നും അല്ല, പക്ഷെ എങ്കിൽ കൂടിയും എന്താ പറയുക, അത് ഫേറ്റിലാവാൻ പറ്റിയൊരു കണ്ടീഷൻ തന്നെയാണ്. അപ്പം പ്രത്യേകം പ്രാർത്ഥിക്കുക കേട്ടോ.